ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീൻ്റെ വീഡിയോയുമായിട്ടാണ്. പ്രത്യേകിച്ച് വുമൻസിനൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇത് നമ്മുടെ സ്വന്തം ഉലുവേലിനെ കുറിച്ച് ഒത്തിരി യൂസ്ഫുള്ളാണ്. ഉലുവേല ഒരു നാച്ചുറൽ ഹെർബ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ച് നമ്മുടെ വുമൻസിലെ PCOD കുറയ്ക്കാനും ഹോർമോണൽ ഇൻബാലൻസ് ഇല്ലാതാക്കാനും ഒത്തിരി യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഇത്. അതുകൂടാതെ തന്നെ നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കാനും നമ്മുടെ കിഡ്നി ഹെൽത്തി ആയിട്ട് ഫങ്ഷൻ ചെയ്യാനും ഒക്കെ ഈ ഇല ഒത്തിരി യൂസ്ഫുള്ളാണ്. ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ RBS, അതായത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കൂടുകയും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കിഡ്നിയും ഹാർട്ടും ഒക്കെ ഫങ്ഷൻ ചെയ്യാനും അങ്ങനെ ഒത്തിരി യൂസ്ഫുള്ളൊരു ഇലയാണ്. അപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കെ ഹബ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഉലുവയിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് തോരൻ വെക്കുന്ന പാകത്തിന് കട്ട് ചെയ്ത് ഒരു ഓണിയനും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കണ്ടോ, ഇതിൽ നന്നായിട്ട് ചെറിയ ലീഫുകളായിട്ടാണ് കട്ട് ചെയ്തത്. ഇതിൽ ഒരു പോർഷൻ പോലും കളയാനില്ല. ഇതിൻ്റെ തണ്ട് ഉൾപ്പെടെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം 2 പച്ചമുളകും, പിന്നെ ഗ്രീൻ ആയതുകൊണ്ട് പച്ചമുളക് കാണാനില്ല, ഒരു ഓണിയനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 കെട്ട്, ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 2 കെട്ടായിട്ടാണ് മേടിച്ചത്. അപ്പോൾ 2 കെട്ട് ഉലുവേല എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ എണ്ണ ഒഴിച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 ഉണക്കമുളകും ഇട്ടു. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള, പച്ചമുളക്, പിന്നെ നമ്മുടെ സ്വന്തം ഈ പറഞ്ഞ ഉലുവേലയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ ലീഫിലും തന്നെ നമ്മൾ തോരൻ വെക്കുമ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ലീഫിൽ ആവശ്യത്തിന് വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റ് അതൊന്ന് കുക്കാക്കാൻ വെച്ചതിന് ശേഷം ഈ ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 2 പച്ചമുളകും, പിന്നെ ജീരകം, ചെറിയ ജീരകമാണ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളിയും കൂടെ ഇട്ട് മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് ചതഞ്ഞ് അരഞ്ഞു പോകണ്ട, ഒരു മീഡിയം ഇതിൽ അരച്ചെടുക്കുക. ഇനി അതിനുശേഷം നമ്മുടെ ഉലുവയിലയിൽ വെള്ളം കണ്ടൻ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് ഉലുവയിലേക്കും നമ്മുടെ തോരന് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകണ്ട. ഞാൻ അതിൻ്റെ വീഡിയോ വിട്ടുപോയി. അപ്പം അതും കൂടി ഇട്ട് നമ്മുടെ തേങ്ങേൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയിൽ പച്ചമണമൊക്കെ മാറി തുടങ്ങി. ഇതിലേക്ക് ഇതിനെ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ, വെജിറ്റേറിയൻ മാത്രം ആഗ്രഹിക്കുന്നവർ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പം വെജിറ്റേറിയൻ ആണ് ആഗ്രഹമെങ്കിൽ മുട്ട ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാം. മുട്ടയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉലുവ ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീക്കിലി ഒരു 2 ഡേയ്സ് നമ്മൾ ഈ ഇല യൂസ് ചെയ്താൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ മാറിപ്പോകുമെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പം നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലുവത്തോരൻ, സ്പെഷ്യൽ ഉലുവത്തോരനും, പിന്നെ നമ്മുടെ പരിപ്പ് കറി, പിന്നെ നമ്മുടെ മത്തി പൊരിച്ചത്, അപ്പം പിന്നെ നല്ല ചൂട് ചോറുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ.